ആഡ്സ് ഇൻ ലേണിംഗ് ഹബിലെ പുതിയൊരു സക്സസ് സ്റ്റോറി സീരീസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് നിയാസ് ആണ്. ഹായ് നിയാസ്, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, അപ്പോൾ നിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഇവിടെ ആഡ്സ് ഇൻ ലേണിംഗ് ഹബിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആളിപ്പോൾ കറൻ്റ് കേരളത്തിൽ തന്നെ ടോപ്പ് കമ്പനിയായ ഹൈലൈറ്റ് ഗ്രൂപ്പിൽ പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം എനിക്ക് നിയാസിനോട് ചോദിക്കാനുള്ളത്, ഫ്രം ക്ലാസ് റൂം ടു എ ടോപ്പ് കമ്പനി, ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലേ ഈ ഇത്രയും നല്ലൊരു ടോപ്പ് കമ്പനി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ ക്ലാസ് റൂമിൽ ഞാൻ പഠിച്ച പല പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ആഡ്സ് ഇൻ ലേണിംഗ് ഹബിൽ തന്നെ നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ബാച്ച് 20 ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങും പിന്നെ ഏജൻസി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഏജൻസിന്റെ നെയിം എന്തായിരുന്നു? വിസ്വറ മാർക്കറ്റിംഗ്. വിസ്വറ. ഓക്കെ, അപ്പം വിസ്വറിന്റെ എന്തായിരുന്നു മീൻസ്? കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്തത്. കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ജസ്റ്റ് ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ക്ലയന്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം പ്രാക്ടിക്കലി ഇപ്പോൾ വർക്കിനൊക്കെ കയറിയ സമയത്ത് അത് എത്രത്തോളം ഈ ക്ലയന്റ് മീറ്റിംഗ് ആയാലും ഓണ്ടർപ്രണർഷിപ്പ് ആയാലും എത്രത്തോളം നിയാസിനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്, ഈ ക്ലയന്റ് ഡീലിംഗ് എങ്ങനെയാണ് ക്ലയന്റ് ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് നമുക്ക് ഒരു ക്ലയന്റ് ഡീലിംഗ് വേണ്ടത്. അപ്പോൾ ആ ഒരു ക്ലയന്റ് ഡീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫസ്റ്റ് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് ഒരു സ്റ്റാർട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏജൻസി ബിൽഡ് ചെയ്യുമ്പോൾ ഒക്കെ. അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിനൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആഡ്സ് ഇൻ ലേണിംഗ് ഹബിലെ കോഴ്സ് ആയാലും എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അടിപൊളിയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല മെന്റേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. സപ്പോർട്ട്, മെന്റേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മെന്റേഴ്സ് സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, എല്ലാം അടിപൊളിയായിരുന്നു. കാരണം എല്ലാം നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുയർത്തി തന്നെ പറയാം. കാരണം ഇത് ചോദിക്കാനുള്ള റീസൺ, ഇപ്പൊ നമ്മൾ അധിക വ്യൂവേഴ്സ് ആയാലും ഇവർക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് ആ ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചാണ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കാരണം ഈ മെന്റേഴ്സിന് തരുന്ന സപ്പോർട്ടാണ് നമ്മളെ എന്താ പറയാ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ നയിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കതല്ല, എൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല മെന്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെയാണ്, അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ നമ്മളെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ തന്നെ ഏറ്റവും ടോപ്പ് തന്നെ നല്ല അടിപൊളി ക്ലയന്റ് മീറ്റിങ്ങും നല്ല അടിപൊളി ഏജൻസി ആയിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയും കൂടിയാണ് നിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിയാസിന് ഓൾ ദ ബെസ്റ്റ് ആൻഡ് അടിപൊളി ആവട്ടെ, ലൈഫൊക്കെ സെറ്റ് ആവട്ടെ. പിന്നെ നമുക്ക് ഇനിയും ഇതുപോലത്തെ സക്സസ് സ്റ്റോറി സീരീസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു.